സോക്കർ ടോക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കോപ്പ അമേരിക്കക്കായുള്ള ബ്രസീൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചു. പരിക്കേറ്റ് പുറത്താവേണ്ടി വന്ന നെയ്മറിന് കോപ്പയുടെ സ്ക്വാഡിലും സ്ഥാനമില്ല. എന്നാൽ ഒരു വഴി തെളിയുന്നുണ്ട്. നിലവിൽ ബ്രസീലിന്റെ 23-അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചതിൽ ഗോൾ കീപ്പർ അലീസനാണ്. ലിവർപൂൾ താരം അലീസണും അത്ലറ്റിക്കോ പാരനൈസിൽ കളിക്കുന്ന ബെൻറ്റോ, അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സനുമാണ്. എന്നാൽ ഡിഫൻഡേഴ്സിലേക്ക് കടക്കുമ്പോൾ PSG താരം ബെറാൾഡോ, റിയൽ മാഡ്രിഡ് താരം എഡർ മിൽറ്റാവോ, പിന്നെ ആഴ്സണൽ താരം ഗബ്രിയൽ മഗാലഹസ്, PSG മാർക്കിഞ്ഞോസ്, യുവന്റസിന്റെ ഡാനിലോ, ജിറോണയുടെ യാൻ കോട്ടോ, അത്ലറ്റിക്കോ മിനയൂറുടെ വിൽഹെറം അരാനയും പോർട്ടോയുടെ വെൻഡലുമാണ്. എന്നാൽ മിഡ്ഫീൽഡിലേക്ക് കടക്കുമ്പോൾ ഫുൾഹമിന്റെ ആൻഡ്രിയാസ് പെരേര, ബ്രൂണോ ഗുമേറസ് ന്യൂകാസിൽ താരം, ആസ്റ്റൺ വില്ലൻ താരം ഡഗ്ലസ് ലൂയിസ്, വോൾസ് താരം ജാഓ ഗോമസ്, വെസ്റ്റ് ഹാം താരം ലുക്കസ് പക്കൊറ്റ എന്നിവരാണ്. ഇനി ഫോർവേഡിലേക്ക് കടക്കാം. ഫോർവേഡിലുള്ള താരങ്ങൾ പാൽമിറാസിന്റെ എൻട്രിക്കും, പോർട്ടോയുടെ എവനിൽസൺ, ആഴ്സണൽ താരം ഗബ്രിയൽ മാർട്ടിനെല്ലി, ബാർസലോണ താരം റാഫിഞ്ഞ, റിയൽ മാഡ്രിഡ് താരം റോഡ്രിഗോ, അതുപോലെ തന്നെ റിയൽ മാഡ്രിഡിന്റെ വിനീഷ്യസ് ജൂനിയറും ജിറോണയുടെ സാവിഞ്ഞോയും. നല്ലൊരു സ്ക്വാഡ് തന്നെയാണ് ബ്രസീൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 23-അംഗ സ്ക്വാഡിൽ നെയ്മറില്ലെന്ന സങ്കടവും മറ്റൊന്നാണ്. എന്നാൽ സ്ക്വാഡിൽ മാറ്റം വരുത്താൻ ഇനിയും ആഴ്ചകളുണ്ട്. കോൺമബോൾ കോപ്പ അമേരിക്കയെ 26-അംഗ സ്ക്വാഡിലേക്ക് മാറ്റുമ്പോൾ 3 അധിക സ്ഥാനങ്ങളുണ്ടാകും. മാത്രമല്ല, യഥാർത്ഥ ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഡോറിവെലിനും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനും 6 ആഴ്ച സമയമുണ്ട്. നെയ്മറെ അവിടെ കാണാൻ ബ്രസീൽ ആരാധകരെ പോലെ അവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 26-അംഗ സ്ക്വാഡിൽ നെയ്മറെ ഉൾപ്പെടുത്താതിരിക്കാൻ അവർക്ക് കഴിയില്ല. അവർ അവനു വേണ്ടി എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തുമെന്ന പ്രതീക്ഷയോടെ സോക്കർ ടോക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും.